ഹലോ ഫ്രണ്ട്സ്, വെൽക്കം മീ സിജു സജിമാർ ആൻഡ് ദിസ് ഇസ് മൈ വൈഫ് ഐശ്വര്യ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. നമ്മൾ ദർശനം കഴിഞ്ഞു പുറത്തിറങ്ങി. അപ്പം നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ തൊഴുത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി അടുത്ത് ആറ്റുകാല് പോകാനാണ് പ്ലാന്. അപ്പം നമ്മളിനി കുളം കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. കുളത്തിൻ്റെ സൈഡിലോട്ട്, കുളത്തിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നത് അങ്ങ് ദൂരം അങ്ങോട്ട് പോകുമ്പോഴത്തേനും നടയോട് അടുത്ത് പോകുമ്പോഴത്തേനും നമുക്ക് കുളം അടുത്തായിട്ട് കാണാം. അങ്ങോട്ട് പോവാം. അച്ഛമ്മ കുളം കണ്ടു? എങ്ങനെയുണ്ട്? വലിയ കുളം അല്ലേ? അല്ലേ? ഇതൊരിക്കലും പറ്റൂല. അറിയൂ? എനിക്കത് പണ്ടേ. എങ്ങനെ അറിയാം? അത് ഞാൻ വായിച്ചിട്ടുണ്ട്. എവിടെ? ബുക്കിലാ? ഏത് ബുക്കിലാ നീ വായിച്ചത്? അതൊരു ബുക്ക് പാത്തുമ്മയുടെ അല്ലല്ല, അത് വേറെ. അല്ലല്ല, ഈ കുളം പറ്റില്ല എന്ന് അതൊരു ബുക്കുണ്ട്. ഏത് ബുക്ക്? മറന്നുപോയോ? എന്നാലും നോളജ് എവിടെ നിന്ന് കിട്ടിയാലും നോളജ് ആണല്ലേ? അതെ, ഈ കുളം ഒരിക്കലും ഞാൻ പറ്റി കണ്ടിട്ടില്ല, ഇനി പറ്റാൻ പോകുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ? അതെ. ഈ റീലിനുള്ള വീഡിയോസ് എടുക്കണ്ടേ? എടുക്കാം. ഇവിടെ കാണാൻ വൈകുന്നേരം നല്ല ഭംഗിയുണ്ടോ? എത്ര ഭംഗിയുണ്ട്? 100%. നല്ല ഭംഗിയില്ലേ? നമ്മൾ വൈകുന്നേരം വന്നത് എന്തായാലും നന്നായെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അതിരാവിലെ വരണം. നമുക്ക് അതിരാവിലെ എന്ന് വെച്ചാൽ സ്വപ്നം പോലെ കാണാനല്ലേ പറ്റുള്ളൂ. അതിരാവിലെ സുപ്രഭാതമൊക്കെ. മഴ ആയതുകൊണ്ട് സുപ്രഭാതം. ഇന്നിപ്പോ മഴ ചെയ്ത് രാവിലെ എപ്പോ മഴ ചെയ്ത്? അത് വെളുപ്പിനെ 3 മണിക്കോ 4 മണിക്കൊക്കെ മഴ പെയ്തത്. നമുക്കൊരു ദിവസം രാവിലെ വരാം. നീ ഫസ്റ്റ് ടൈം അല്ലേ ഇവിടെ അമ്പലത്തിൽ വരണം? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവട്ടാറ് പോയിട്ടുണ്ടല്ലേ? തിരുവട്ടാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സെയിം അതേപോലത്തെ ഒരു ടെമ്പിളാണ് തിരുവട്ടാറ്. ആദ്യത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് വേണമെങ്കിൽ പറയാം തിരുവട്ടാറ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അതെ. നമുക്ക് ഇവിടെ കൂടെ നടക്കുമ്പോഴേ നമുക്ക് പണ്ടത്തെ ഒരു കാലഘട്ടമൊക്കെ നമുക്ക് ഓർമ്മ വരുന്ന പോലെ നിനക്ക് തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പഴയ ഒരു തോന്നുന്നുണ്ട്. എന്താ തോന്നിയത് കറക്റ്റായിട്ട്? പഴയ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു 5 കൊല്ലം മുമ്പാണോ അതോ ഒരു 500 കൊല്ലം മുമ്പാണോ അതോ ഒരു 5 കൊല്ലം മുമ്പ്? 5 കൊല്ലം മുമ്പ് എപ്പോഴാണ് രാജകുടുംബം? ഒരു 50 കൊല്ലമാണോ നീ ഉദ്ദേശിച്ചത്? 5 കൊല്ലം. 5 കൊല്ലം മുമ്പ് എപ്പോഴാണ് ഈ ഭരണം കൊണ്ടുവരുന്നത്? അത് രാജഭരണം അല്ല, ഇത് 5 കൊല്ലം മുമ്പുള്ളത് കണക്കല്ലേ ഇപ്പോഴും ഇരിക്കണേ. അതാണ് 500 കൊല്ലം മുമ്പ് ഇങ്ങനെയാണ് അല്ലേ? അല്ല, ഓക്കെ മക്കളാണ്. അപ്പോൾ ഓക്കെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷം? കുറേ വർഷമായി. എന്നാലും ഒരു ഉദ്ദേശം 1947. അപ്പം എത്ര കൊല്ലം? ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15-നാണ്. ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ എത്ര വർഷമായി കാണും? ഇപ്പൊ ഒരു 76 വർഷമൊക്കെ ആവും. അതെ 76. അത് നീ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. അറിഞ്ഞുടങ്ങി വാടക്കണം. അപ്പം അതിന് മുമ്പൊക്കെ വരെ ഇവിടെ രാജഭരണമായിരുന്നു. എങ്ങനെ അറിയാം? അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതെ. ഓക്കെ. അപ്പം ഇവിടെ ഒരു പഴയ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും. എന്തായാലും നമുക്ക് വളരെയധികം സന്തോഷമല്ലേ വരാൻ പറ്റിയില്ല? അതെ. അപ്പം നമുക്ക് ഇനി ആറ്റുകാൽ പോവാം. അപ്പോൾ നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പുറത്തിറങ്ങി. നമ്മൾ കറക്റ്റ് ടൈമിലാണ് വന്നത്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞെങ്കിൽ അടച്ചേനല്ലേ? അതെ, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. ഇനി നമ്മൾ എവിടെ പോകുമ്പോൾ വെട്ടുകാട്. മഴ പെയ്യുന്നു, പോകണം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് വെട്ടുകാട് ഇങ്ങനെ പോകാനായിട്ട് പോവുകയാണ്. സമയം ഏകദേശം ലേറ്റായി. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടം വരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയിൽ മഴ ചാറി അല്ലേ? നമ്മൾ വെട്ടുകാട് പോകണം എന്നുള്ള പ്ലാനിലാണ് ഇരുന്നത്. അപ്പോഴാണ് മഴ പെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വെട്ടിടങ്ങി നാളെ പോയാൽ പോരെയെന്ന്. അപ്പം ഇന്നേനെ പോകണം അല്ലേ? അതെ. അപ്പം നമ്മൾ എന്തായാലും മഴ ഒന്ന് തോന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും. മഴ നന്നായി ചാറുന്നുണ്ട്. മഴ തോന്നിട്ട് പോവാം കേട്ടോ. പോണ്ടേ?
അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വെട്ടുകാട് പള്ളിയിൽ നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ അകത്ത് കയറി പ്രാർത്ഥിച്ചു. കുറേ നേരം പള്ളിക്കകത്തിരുന്നല്ലേ? ഇല്ലേ? അതെ, നല്ലൊരു സമാധാനവും സന്തോഷവും അതെ അതെ, സന്തോഷവും ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ നമുക്ക് തോന്നി. എന്തോ എന്തെങ്കിലും പറയൂ. അതെ, നമ്മളിത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വ്ളോഗല്ല. നമ്മൾ എന്തായാലും അമ്പലത്തിൽ പോകുന്നുണ്ട്, പള്ളിയിലൊക്കെ വരണമെന്ന്, ഇവിടെയൊക്കെ വരണമെന്ന് കുറച്ച് നാളുകൊണ്ട് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഒരു സമയം കിട്ടിയപ്പോൾ അത് പിന്നെ ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചല്ലേ? അതെ, അത്രയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയൊരു വ്ളോഗായിരിക്കും. അപ്പം അതൊന്നും നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വ്ളോഗാണ്. അപ്പോൾ എന്ത് കഴിഞ്ഞാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അല്ലേ? ഇന്ന് ഇത്ര പോരെ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്ന ഒരു കിഡ്സ് മീ സിജു സജിമാർ ആൻഡ് മൈ പൊണ്ടാട്ടി ഐശ്വര്യ സൈനിങ് ഓഫ്. ടാറ്റ പറ, ബൈ പറ, സീ യു. കൈ കൊണ്ടങ്ങനെയൊക്കെ